നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പച്ച നേന്ത്രക്കായയുടെ തൊലി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് അധിക പേരും വീട്ടിൽ ശർക്കര ഉപ്പേരിയും വറുത്തപ്പേരിയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി, കായയുടെ തൊലിയൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി, അപ്പോൾ അത് വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ആ കായയുടെ തൊലിയുടെ പുറഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനത്തിൽ ഒന്നും ചെത്തി എടുക്കരുത്, ഇതുപോലെ തിന്നായിട്ടൊന്നങ്ങ് ചുരണ്ടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം അല്പം വെള്ളത്തിലിട്ട് വെക്കാം. ആ ഒരു വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് അതിൻ്റെ കറ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഈ ഒരു വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഊറ്റി വെക്കാം. ഇനി കുറച്ച് മമ്പയർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേവിക്കാനായിട്ട്. പാകത്തിനുള്ള ഉപ്പും അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 1/3 കപ്പ് മമ്പയറേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രയാണോ കായയുടെ തൊലിയുള്ളത് അതിനനുസരിച്ചിട്ടൊക്കെ എടുത്താൽ മതി. അപ്പോൾ അതവിടെ വേവട്ടെ. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മൂത്ത് വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു കായയുടെ തൊലി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി തേങ്ങയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു 3 വെളുത്തുള്ളി അല്ലിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കായത്തൊലി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേവിച്ച മമ്പയറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഒരു തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കായത്തൊലി മമ്പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്